അകാലതയിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ഏകദേശം 5 കുടുംബങ്ങൾക്ക് ഭവന ആശ്രയമായ അഖില റെജിയുടെ വീടിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ നന്മ ആശ്രയത്തിൻ്റെ അല്ലെങ്കിൽ ആ നന്മ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ വീട്ടിലേക്ക്, ആ സാന്നിധ്യം അറിയിക്കുന്ന ആ ഭവനത്തിലേക്ക് നമുക്കൊന്ന് കാലെടുത്ത് വയ്ക്കാം. സ്വന്തം മകൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചത്, അകാലതയിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ അഖിലയ്ക്ക് വേണ്ടി, അഖിലയുടെ ഉപരിപഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി കാത്തു സൂക്ഷിച്ച ഭൂമിയിൽ നിന്നും ഒരു ഭാഗം അഖിലയുടെ വിയോഗത്തെ തുടർന്ന് ഇന്ന് ഭവനമില്ലാത്ത 5 കുടുംബങ്ങൾക്ക് വഴിത്തിരിവാവുകയാണ്. അവർക്ക് വീട് വയ്ക്കാനായിട്ട് സ്വന്തം ഭൂമിയിൽ നിന്നും ഒരു വിഹിതം അവർക്കായി മാറ്റിവെച്ചു. അല്ലെങ്കിൽ അതിലേക്ക് ചിന്തിക്കാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ അങ്ങനെ നീങ്ങാൻ, അഖിലയുടെ വിയോഗത്തിന് ശേഷം അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാനുള്ള കാരണം എന്തായിരുന്നു? അതായത് ഞങ്ങളുടെ മകള് ഈ പെട്ടെന്ന് ഇങ്ങനെ വിയോഗം ഉണ്ടായപ്പം ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലധികമായിരുന്നു ഇതൊരു സത്യം. പിന്നെ 1 വർഷക്കാലമായപ്പോഴും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ ഒക്കാത്തൊരു കാര്യമായിരുന്നു. ഇയാള് 22 വയസ്സാണെങ്കിൽ ഒരു 12 വയസ്സുകാരിയെ പോലെ പെരുമാറുകയും ഈ സാധാരണ പെൺകുട്ടികളുടെ കണക്കല്ല. അയാളാണെങ്കിൽ എല്ലാ പൊതുപ്രവർത്തനത്തിനെല്ലാം പോകുമായിരുന്നു. ഞങ്ങളിതൊന്നും അറിയത്തോ ഒന്നുമില്ല. 1 ലക്ഷം വന്നാലും ഏത് കാര്യത്തിനായാലും പഠന സമയത്തായാലും ഇയാൾ എല്ലാവരോടും കരുണ കാണിക്കുകയും എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ 1 വർഷക്കാലമായപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ മോള് പോയെന്ന് ഞങ്ങൾക്ക് പറ്റാത്ത ഒരവസ്ഥ വന്നപ്പം ഞങ്ങൾ അവളുടെ പപ്പായ്ക്ക് ഭയങ്കര ദുഃഖമായിരുന്നു. അന്നേരം ഞാനും ഇങ്ങനെ പറഞ്ഞു, അവളുടെ ഐഡൻറ്റിറ്റിയിൽ നിന്നെല്ലാം അവളും ഡിലീറ്റായി പോവുക. കാരണം ഒന്ന് റേഷൻ കാർഡ്, ഞങ്ങളൊരു ക്രിസ്ത്യൻ ഇതായത് കാരണം ഞങ്ങളുടെ പള്ളിയുടെ രജിസ്റ്ററിൽ നിന്നും അയാളുടെ പേര് പോയി. അപ്പോഴും ഞങ്ങളിങ്ങനെ പറഞ്ഞു. അന്നേരം അവളുടെ പപ്പ പറഞ്ഞ്, ഏത് പേരിൽ നിന്ന് പോയാലും ജനസമൂഹത്തിൻ്റെ നിന്ന് അവളുടെ പേരൊരിക്കലും മാഞ്ഞു പോകത്തില്ല. കാരണം അവൾ പൊതുപ്രവർത്തകയായിരുന്നു, എല്ലാവർക്കും ജനസമ്മതയായിരുന്നു. അത് ഞങ്ങളുടെ മോടെ മരണത്തിന് ഈ പ്രദേശത്ത് ഏകദേശം പറയുവാണെങ്കിൽ തൃശ്ശൂർ മുതൽ അങ്ങ് തിരുവനന്തപുരത്ത് അവിടെ വരെയുള്ള ജനങ്ങൾ ഇവിടെ പ്രദേശമാകെ നിറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവളുടെ ഒരു ഇത് കാണാൻ പലർക്കും സാധിച്ചില്ല. അത്രയ്ക്ക് ആളും അവളെ സ്നേഹിച്ചവർ അത്രയ്ക്കായിരുന്നു. അന്നേരം ഞാനും പപ്പായും ഇങ്ങനൊരു തീരുമാനം എടുത്ത് അവൾക്ക് പഠിക്കാൻ പൂർത്തീകരിച്ചു. എങ്കിലും അത് അവളുടെ സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ടാണ് പോയത്. വരയ്ക്കുമായിരുന്നു, നല്ല വരപ്പുകാരിയായിരുന്നു. അവൾ ബാക്കി വെച്ചിട്ട് പോയ കുറേ കാര്യങ്ങളുണ്ട്. അവൾ ജനസമൂഹത്തിൻ്റെ മധ്യേ ഇറങ്ങി പ്രവർത്തിച്ച മോളാണ്, ഞങ്ങളുടെ ജനങ്ങളോട് ചേർന്ന് നിന്നത്. അന്നേരം ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തു, അവളുടെ ഐഡൻറ്റിറ്റി ഇവിടുന്ന് പോയാലും ജനഹൃദയങ്ങളിൽ ആയിക്കോട്ടെ എന്നോർത്ത് അവളിലൂടെ എല്ലാവരും ജീവിച്ചോട്ടെ. 5 കുടുംബങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് പേരെ പഠനത്തിന് സഹായിച്ചിട്ടുണ്ട്. അന്നേരം അയാളെ വിവാഹം കഴിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല. എങ്കിലും അത് അവളിലൂടെ മറ്റുള്ളവർ ജീവിച്ചോട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അവളുടെ ആത്മാവും അതിഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. എങ്ങനെയാണപ്പോൾ ഈ ഒരു 5 കുടുംബങ്ങളെ, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലുള്ള അല്ലെങ്കിൽ സ്വന്തമായൊരു വീടില്ലാത്ത 5 കുടുംബങ്ങളെ കണ്ടെത്താനും മകളുടെ ആഗ്രഹം സഫലീകരിക്കാൻ, ഒരു പൊതുപ്രവർത്തകയാണ്, ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല മനസ്സിനുടമയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു 5 കുടുംബങ്ങളെ കണ്ടുപിടിച്ചത്? അത് പപ്പയ്ക്ക് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. 1 വർഷം പൂർത്തിയാകുമ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന്. അതിനുള്ള കാര്യം വസ്തു പഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ട് പഞ്ചായത്തിൻ്റെ പ്രതിനിധികളോട് പറഞ്ഞിരുന്ന് ഏറ്റവും താഴ്ന്ന, അതായത് ഭൂമി ഇല്ലാത്തവർക്ക്, വേറും അവർക്ക് വാടകയ്ക്ക് 10 വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ആ 10-16 അപേക്ഷ വന്നതിൽ നിന്ന് ഏറ്റവും താഴേക്കിടയിലുള്ള 5 പേർക്ക് അവരെ കണ്ടെത്തിയത് അവരാണ്. ഞങ്ങൾ പോലും അറിയാത്ത ആൾക്കാരാണ്. അങ്ങനെ കണ്ടെത്തി അവർക്കത് കൊടുക്കാൻ സാധിച്ചത്. അത് ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു. ഇപ്പോൾ മകളുടെ കല്ലറയിൽ അല്ലെങ്കിൽ ആ ഒരു സെമിത്തേരിയിൽ മകൾ ഉറങ്ങുന്ന ആ മണ്ണിൽ
ഈ ഒരു QR കോഡ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നറിഞ്ഞു. എന്തിനാണില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു QR കോഡ് അവിടെ മകളുടെ സെമിത്തേരിയിൽ സ്ഥാപിക്കാനുണ്ടായ കാരണം? അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ അവൾക്കൊരു ചേച്ചിയും ചേട്ടനും ഉണ്ട്. അവൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കളെന്ന് പറയാനൊക്കെ ചേർത്ത് നിർത്തി, എല്ലാവരെയും ചേർത്ത് നിർത്തി. മോളാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കും, അവൾ തന്നെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയും ഒത്തിരി വീഡിയോ എല്ലാം സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. അന്നേരം അവളുടെ ചേച്ചിക്കും ചേട്ടനും അതൊരു ഭയങ്കര മകളെ പോലെ സ്നേഹിച്ചത്. അന്നേരം പെട്ടെന്നുള്ള വിയോഗം അവർക്ക് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അന്നേരം അവരിങ്ങനെ കണ്ടെത്തി, ഇങ്ങനെ ഒരു തൃശ്ശൂർ ഇങ്ങനെ ഒരു ഡോക്ടർ മരിച്ചപ്പോൾ ഇങ്ങനെ ഒരു QR കോഡ് വെച്ചു എന്നിങ്ങനെ പത്രത്തിലൊക്കെ കണ്ടിരുന്നു. അന്നേരം ഞങ്ങളുടെ കുഞ്ഞിൻ്റെയും അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. കാരണം അവൾ വരച്ച വീഡിയോസും ഫോട്ടോസും എല്ലാം കാണാം. നമുക്കത് വർഷം തോറും അത് വേറെ കൊടുക്കാത്ത പേജുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അന്നേരം ഞങ്ങൾക്ക് അവളെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് അവരിലൂടെ ഇങ്ങനെ ജീവിക്കുന്നു എന്ന് ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് ഞങ്ങളതങ്ങനെ QR കോഡ് വെച്ച് കല്ലറ ഒരു വെറൈറ്റി പോലെ പുതുമ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അന്നേരം അത് പുതുമ ആയിക്കോട്ടെ എന്നോർത്ത് അങ്ങനെ ഞങ്ങൾ കല്ലറ QR കോഡ് വെച്ച് അങ്ങനെ ഒരു വെറൈറ്റി സെമിത്തേരി വെറൈറ്റി തന്നെ അങ്ങനെ ചെയ്തെടുത്തായിരുന്നു. സ്വന്തം മകളായ അഖില മരണം കൊണ്ട് നമ്മളെ വിട്ടുപോയി എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഈ വീടിനുള്ളിൽ അഖിലയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീടിനുള്ളിൽ അഖില ഇപ്പോഴും ഈ ഒരു 22 വയസ്സുണ്ടെങ്കിലും ഒരു 12കാരിയെ പോലെ ഓടിച്ചാടി കളിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അവളുടെ മേലത്തെ നിലയാണ് അവളുടെ റൂം. അവൾ വരച്ചിട്ട് ബാക്കി വെച്ചിട്ട് പോയതും, കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ട് പോയതും, വെള്ളം കുടിച്ച ബോട്ടിൽ വരെ ഞങ്ങളെല്ലാം സൂക്ഷിച്ചു. മൂത്ത ചേച്ചിയെ കല്യാണം കഴിച്ചപ്പോൾ അവളായിരുന്നു ഈ ലോകം. ഇവിടെ ഈ പ്രദേശത്തിൻ്റെ ഒരു സ്നേഹപുത്രിയായിരുന്നു. അത് ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളിലൂടെ അങ്ങനെ അവൾ ജീവിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഓർമ്മകളിലൂടെ അവൾ ഇന്നും ഞങ്ങളിൽ ജീവിക്കുന്നു. ഇതായിരുന്നു അയാളുടെ റൂമും അയാളുടെ ലോകവും വരപ്പും എല്ലാം എപ്പോഴും ഇവിടെ ആയിരുന്നു അയാൾ സഹകരിച്ചിരുന്നത്. രാത്രികളിൽ ഇരുന്ന് വരയ്ക്കും. അവിടെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ എല്ലാം ചിത്രം വരച്ചു കൊടുക്കും. പെട്ടെന്ന് അവരെ നോക്കി വരച്ചു കൊടുക്കും. അയാൾ ഏറെ കിളികളെയും എല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു. പെറ്റ്സിനെയൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ വരയുടെ ലോകത്തായിരുന്നു കൂടുതലും, വരയ്ക്കുമായിരുന്നു. പിന്നെ അയാൾ ഒത്തിരി ഫ്രണ്ട്സിനെ സമ്പാദിച്ചിട്ടുണ്ട്. പഠനകാലമല്ലേ, പഠനം പൂർത്തിയാക്കി സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഈ ഇത് പൂർത്തിയാക്കിയിട്ട് അയാൾക്ക് PG ചെയ്ത് ആതുര സേവനം ചെയ്യുന്നതൊക്കെ ആയിരുന്നു ഇഷ്ടം അയാൾക്ക്. അയാളുടെ സംസാരത്തിൽ കൂടെ ഞങ്ങൾക്ക് അറിയാം. എല്ലാം പള്ളിയിലും എല്ലാം ആക്റ്റീവായിരുന്നു. പഠിക്കുന്ന കാലത്ത് അധ്യാപകർക്കും എല്ലാം ഇഷ്ടമായിരുന്നു. അവളെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഒത്തിരി പ്രായമുള്ളവരോടാണ് ഇഷ്ടം കൂടുതൽ. ആ പള്ളിയിലായാലും ഞങ്ങളിങ്ങനെ പോകുമ്പോഴും എല്ലാം ഇഷ്ടമുള്ളവരുടെ വീട്ടുകളിലെല്ലാം വരുന്ന സമയത്ത് വണ്ടി കൊണ്ടൊന്ന് ഓടിപ്പോയി അവരെ ഒന്ന് സ്നേഹിച്ച് അങ്ങനെ ഒരു ആളായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് മാറ്റപ്പെട്ടു പോയപ്പം അങ്ങനെ ഞങ്ങൾ പറയത്തില്ല, ഉണ്ട് എന്ന് വിശ്വസിക്കും. ഞങ്ങൾക്കത് ഭയങ്കര സങ്കടമാണ്. പപ്പായ്ക്ക് ഏറ്റവും കൂടുതൽ സങ്കടം. നമ്മൾ ഈ 27 സെന്റ് ഭൂമി ആ മനുഷ്യർക്ക്, അത് മാത്രമല്ല
എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി അവർക്ക് ഇത് കൊടുക്കുകയും ചിലപ്പോൾ ലൈഫിൻ്റെയോ ഓരോരുത്തരെ ക്രെഡിറ്റ് അനുസരിച്ചായിരിക്കും ലൈഫിൻ്റെയോ വീട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. എന്നാൽ പോലും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് വീടുകളെല്ലാം സജ്ജമാവും, കൊടുക്കും എന്നുള്ളതിനെ പറ്റി. പറയാനുള്ളത് എൻ്റെ മകളുടെ ഓർമ്മ 10 പേരിൽ നമ്മൾ ചെയ്യുമ്പോൾ കുറേ പൈസ സമ്പാദിച്ചു വെച്ചിട്ട് ഒന്നും നമുക്ക് നേടാനില്ല. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നത്. പക്ഷെ എനിക്ക് അന്ന് ചെയ്യാൻ വയ്യാത്ത ചില സംഭവമുണ്ട്. എൻ്റെ മോള് പോകുമ്പോൾ ചെയ്യാവുന്ന കാര്യമുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്നൊരു പിതാവെന്ന അർത്ഥത്തിൽ ഞാൻ സ്ട്രക്കായിപ്പോയിരുന്നു. അല്ലെ അവളുടെ അവയവങ്ങൾ ദാനം ചെയ്യാനൊക്കെ എൻ്റെ മനസ്സിൽ പണ്ടൊക്കെയുള്ള ഒരു താല്പര്യമായിരുന്നു. പക്ഷേ ഒരു പിതാവെന്ന അർത്ഥത്തിൽ ഒരു സെക്കൻഡ് സ്ട്രക്കായിപ്പോയി ഞാൻ അവിടെ, ഞാനില്ലാതായിപ്പോയി അവിടെ. അപ്പോൾ അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾക്ക് വേണ്ടി, അവളുടെ പേര് നിൽക്കാൻ വേണ്ടി അവളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിരുന്നു. വരയ്ക്കുമായിരുന്നു, കവിത എഴുതുമായിരുന്നു. ചിലപ്പം ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഞങ്ങളുടെ ലൈഫിലേക്ക് തന്ന ഒരാളായിരുന്നു എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നില്ല. ഞങ്ങൾ ആ വസ്തു ഞങ്ങൾ ആരും സെലക്ട് ചെയ്തില്ല. അവളും ഞാനും ഒക്കെ പ്രതിദാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനമാണ് അത് തീരുമാനിച്ചത്. അവരാണ് അതെല്ലാം ചെയ്തത്. എല്ലാം പിന്നെ ഞങ്ങളെ ബോധ്യപ്പെടുത്തി, ഇത് കൃത്യമായി കൈകളിലാണ് എന്ന് ബോധ്യപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എത്തുന്നു, ഇതെല്ലാം എടുക്കുമ്പോഴും ഒരു പിതാവ് എന്നർത്ഥത്തിൽ, ഒരു പ്രവാസി എന്നർത്ഥത്തിൽ. ചിലപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് അവരെ സംരക്ഷിക്കാൻ പോകുന്നുണ്ട്. അവർക്ക് കൃത്യമായി സ്നേഹമൊന്നും കൊടുക്കാൻ ഇതാ അവരുടെ കൂടെ അധികം നാൾ നിൽക്കാൻ. ആകെ ഞാൻ വരുന്ന ഒരു വെക്കേഷനിൽ ചിലപ്പം 10 ദിവസം 15 ദിവസം അവർ പോകും. അവിടെ എത്രമാത്രം അവർ പഠിക്കുന്നു. അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കിട്ടുന്ന സമയം വളരെ കുറവായിരുന്നു. ആ നഷ്ടമാണ് ഇപ്പോൾ ഏറ്റവും വലിയ വേദനയായി മാറുന്നത്. മരണശേഷം മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന സമയം ഒട്ടേറെ വ്യക്തികളുടെ, മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞൊരു വ്യക്തിത്വം തന്നെയാണ് അഖില എന്ന് പറയുന്നത്. നമുക്ക് വിട്ടുപിരിഞ്ഞിരിക്കുന്നത് അഖില എന്നൊരു മനുഷ്യനല്ല, അഖില എന്ന് പറയുന്നൊരു മകള് മാത്രമല്ല, ഒട്ടേറെ ജനതയുടെ അല്ലെങ്കിൽ ഒട്ടേറെ ജനങ്ങളുടെ പ്രതീക്ഷയായിരുന്ന, നന്മയായിരുന്ന ഒരു സഖാവിനെ കൂടിയാണ്. ഇനിയും അഖില എന്ന വ്യക്തിത്വത്തിലൂടെ ഇതുപോലെ ഒട്ടേറെ പേരുടെ നന്മയ്ക്ക് കാരണമാകാം എന്ന പ്രതീക്ഷയോടെ കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറാമാൻ ശ്രീകുമാറിനൊപ്പം മുസമില.